വിശ്വാസ സമൂഹത്തിന് അനുഗ്രഹ പുണ്യമേകി കോട്ടയം മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ നടതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രം ദർശനത്തിനായി വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന നടതുറക്കൽ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത്. വ്രതശുദ്ധിയോടെ നോമ്പ് നോറ്റെത്തിയ 10,000-കണക്കിന് വിശ്വാസികൾക്ക് ആത്മീയ നിർവൃതി നൽകിക്കൊണ്ടാണ് ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയത്തെ മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ഛായാചിത്രമടങ്ങിയ പേടകം ദർശനത്തിനായി തുറന്നു നൽകിയത്. വിശ്വാസികൾക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറന്നു നൽകുന്ന ചരിത്രപ്രസിദ്ധമായ നടതുറക്കൽ രാവിലെ 11:30 ഉച്ചനമസ്കാരത്തോടെയാണ് തുറന്നത്. വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള 8 നോമ്പാചരണത്തിന്റെ 7ാം ദിനമാണ് മണർകാട് പള്ളിയിലെ നടതുറക്കൽ നടക്കുന്നത്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് നടതുറക്കൽ ദർശിക്കുവാൻ ഈ സമയം ദേവാലയത്തിലേക്ക് എത്തിയത്. മണർകാട് പള്ളി കത്തീഡ്രലിന്റെ പ്രധാന മദ്ബഹായിൽ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രമടങ്ങിയ പേടകം ദർശനത്തിനായി തുറന്നു നൽകുന്ന നടതുറക്കൽ ചടങ്ങിന് കോട്ടയം ഭദ്രാസന മെത്രാപ്പൊലീത്തയും സുനോദോസ് സെക്രട്ടറിയുമായ തോമസ് മാർ തീമോത്യോസ്, കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മാർ ഐറേനിയോസ് എന്നീ മെത്രാപ്പൊലീത്തമാർ പ്രധാന കാർമ്മികത്വം വഹിച്ചു. നടതുറക്കലിനെ തുടർന്ന് ഉച്ചയ്ക്ക് 1:30 കറിനേർച്ചയ്ക്കുള്ള പന്തിരുനാഴി ഘോഷയാത്ര, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന, കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം, നേർച്ച വിളമ്പ് എന്നിവയും നടക്കും. സെപ്റ്റംബർ 8 മൂന്നിന്മേൽ കുർബാനയോടെയാണ് പെരുന്നാൾ ചടങ്ങുകൾക്ക് സമാപനമാകുക. മലങ്കര മെത്രാപ്പൊലീത്തയും കൊച്ചി ഭദ്രാസനാധിപനുമായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് പ്രധാന കാർമ്മികത്വം വഹിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കരോട്ടെ പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം, ആശീർവാദം, വൈകുന്നേരം 3 മണിക്ക് നേർച്ച വിളമ്പ് എന്നിവയോടെ പെരുന്നാളിന് സമാപനമാകും. സ്ലീബ പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ 14 വൈകുന്നേരം 5 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടെയാണ് ദേവാലയത്തിലെ നടയടയ്ക്കുക. ACV ന്യൂസ്, കോട്ടയം.